ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ജോലിക്ക് പോകുന്ന ഒരുപാട് അമ്മമാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ഒക്കെ വേണ്ടിയുള്ളതാണ് കേട്ടോ. കൂടാതെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് കൂടിയുള്ളതാണ്. കാരണം സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. നമുക്ക് സമയം അല്ലേ, എത്ര കാലത്ത് നേരത്തെ എണീച്ചാലും തിരക്കിട്ട് ചെയ്താൽ തന്നെ പിന്നെയും ഓട്ടപ്പാച്ചിലായിരിക്കും. അത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ചില ടിപ്സുമായിട്ട് വന്നിരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ഈ വീഡിയോ കാണുക, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്നാമത്തെ ടിപ്സായി പറയുന്നത്, നമ്മൾ രാത്രി ആഹാരമൊക്കെ കഴിക്കില്ലേ, ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം 10-15 മിനിറ്റ് സമയമെടുത്ത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി വെക്കുക. കാലത്ത് എണീറ്റ് കിച്ചണിൽ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് മൈൻഡും ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. രണ്ടാമത്തെ കാര്യം, ക്ലീൻ ചെയ്ത പാത്രങ്ങൾ ഉണ്ടാവും. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ക്ലീൻ ചെയ്ത പാത്രങ്ങൾ അങ്ങനെ തന്നെ പാത്രത്തിലിട്ട് വെക്കരുത്. അതായത് നമ്മൾ അതിനെയൊക്കെ അടുക്കി പെറുക്കി വെക്കേണ്ട സ്ഥലത്ത് തന്നെ നീറ്റായിട്ട് വെക്കുക. അത് കാലത്തെടുക്കി അടുക്കി പെറുക്കി വെക്കാൻ നിന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ വേഗം എണീക്കും, ഹസ്ബൻഡ് എണീക്കും അല്ലേ. കുഞ്ഞുങ്ങളൊക്കെ വേഗം എണീച്ചാൽ പിന്നെ നമുക്ക് യാതൊരു പണിയും ചെയ്യാൻ അവർ നമ്മെ അനുവദിക്കില്ല. അത് നമ്മുടെ ജോലിയെ ബാധിക്കും, അത് വല്ലാത്ത പ്രശ്നമാവും, നമുക്ക് ടെൻഷനും കൂടും. ഓക്കെ, അടുത്തതായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ചോപ്പർ ഉപയോഗിക്കും അല്ലേ, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചോപ്പർ ഉപയോഗിക്കും, കത്തി ഉപയോഗിക്കും, കത്രിക ഉപയോഗിക്കും. ഇതൊക്കെ നല്ല ഷാർപ്പാക്കി തന്നെ നമ്മൾ വെക്കണം. കാരണം നമ്മൾ ഷാർപ്പില്ലാത്ത കത്തിയൊക്കെ ഉപയോഗിച്ച് വെജിറ്റബിൾസോ നോൺ വെജൊക്കെ കട്ട് ചെയ്താൽ നമ്മുടെ ടൈം അത്രയ്ക്കും വേസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക്. അതിനാൽ അവ ഷാർപ്പാക്കിയും സേഫായിട്ടും ഉപയോഗിക്കുക. ഓക്കെ അല്ലേ. അടുത്ത പോയിന്റ്, വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി വന്ന ഉടൻ തന്നെ കഴുകി വെക്കേണ്ടവ വൃത്തിയായിട്ട് കഴുകി വെക്കുക. അതായത് ഞാനിത് പറഞ്ഞെന്ന് വെച്ച് ചേനയോ മത്തനോ കാബേജോ ഒന്നും കഴുകരുത് കേട്ടോ. ചീഞ്ഞു പോകുന്ന സാധനങ്ങളൊന്നും കഴുകരുത്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കഴുകുക. ഇങ്ങനെ ചെയ്താൽ കറി വെക്കാൻ നേരം പിന്നീട് അത് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. അത് കഴുകി തുടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ കറി വെക്കാൻ നേരം അത് എടുത്ത് കഴുകേണ്ട അത്രയും സമയം നമുക്ക് ലാഭം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരാഴ്ചയ്ക്കുള്ള ഫുഡിന് വേണ്ട മീൽ പ്ലാന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിന് പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, തലേന്ന് തന്നെ നാളേക്കുള്ള ഫുഡ് ഐറ്റംസ് എന്താണെന്ന് തീരുമാനിച്ച് വെക്കുക. ഇത് ടെൻഷൻ കുറച്ച് നമ്മുടെ ജോലി എന്ത് ചെയ്യും, വളരെ ഈസിയാക്കും. അടുത്തതായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്, ചില കറികൾക്ക് ആവശ്യമായിട്ട് വരുന്ന മസാല പൗഡർ ഉണ്ടാവില്ലേ, നമ്മൾ കറിക്ക് വേണ്ടിയൊക്കെ പ്രിപ്പറേഷൻ നടത്തി അത് എടുക്കുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ എന്ത് ചെയ്യുക, തീർന്നിട്ടുണ്ടാവുക. അയ്യോ, ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ അതെന്ത് ചെയ്യുക, പൊടിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിൽ അത് തീർന്നു പോയോ എന്ന് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം മസാലക്കറിയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കാൻ ഉണ്ടെങ്കിൽ അത് തലേന്ന് തന്നെ അതെന്ത് ചെയ്യുക, അത് മസാലപ്പൊടി പൗഡർ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ബോട്ടിൽ അത് തീർന്നിട്ടുണ്ടെങ്കിലോ അത് തലേന്ന് തന്നെ റീഫിൽ ചെയ്ത് വെക്കുകയും വേണം. അവിടെ ഉണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ അത് റീഫിൽ ചെയ്ത് വെക്കുകയും ചെയ്യുക. അടുത്ത ടിപ്സ്, നാളേക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന പാത്രം തലേന്ന് തന്നെ നമ്മൾ എടുത്ത് വേഗത്തിൽ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുക. ഓക്കെ, അത് കുക്കിംഗ് ടൈം എന്ത് ചെയ്യും, കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം പരിപ്പ്, കടല അല്ലേ മുതലായ സാധനങ്ങൾ നമ്മൾ കുക്കറിലിട്ട് വേവിക്കണം. അപ്പം അത് രാത്രി തന്നെ കഴുകി കുക്കറിനകത്തിട്ട് നല്ല വെള്ളമൊഴിച്ച് കുക്കർ അടച്ചു വെക്കുക. അപ്പം കാലത്ത് ഗ്യാസ് എന്ത് ചെയ്യണം, ഓണാക്കി അതെടുത്ത് വെക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ അതുപോലെ അരി അല്ലേ, ചോറ് വെക്കുകയാണെങ്കിൽ അരിയൊക്കെ നമ്മൾ അളന്ന് വയ്ക്കുക. അടുത്ത ടിപ്സ്, നാളേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അതൊരു പാത്രത്തിലാക്കി വേഗത്തിലെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വയ്ക്കുക. അപ്പം കാലത്ത് നമ്മൾക്ക് അത് എടുക്കേണ്ട ഒരു ടൈം പോലും നമുക്ക് ആവശ്യമില്ല. അപ്പം അത് വേഗം എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്,
നമ്മളിപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് പ്ലാനിങ് ഒക്കെ പറഞ്ഞു അല്ലേ, മീൽ പ്ലാനൊക്കെ പറഞ്ഞു. പക്ഷെ അത് എപ്പോഴും നമ്മൾക്ക് നടന്നെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറങ്ങി എണീക്കാൻ നമ്മൾ വൈകിപ്പോവും. അപ്പോൾ പ്ലാനിങ്ങിൽ കുറച്ച് ചേഞ്ച് നമ്മളായിട്ട് തന്നെ വരുത്തുക. അതായത് നമ്മൾ തൽക്കാലത്തേക്ക് രസമോ ഉപ്പേരിയോ മുട്ടയോ ഉരുളക്കിഴങ്ങ് അങ്ങനത്തുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങ് വറുക്കുക അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അടുത്ത ടിപ്സായിട്ട് പറയുന്നത്, നമ്മൾക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റി അരച്ച് വെക്കേണ്ട ഐറ്റം ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെ വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ എണീറ്റ ഉടൻ നേരത്തെ തന്നെ അതെല്ലാം എന്ത് ചെയ്യുക, ചെയ്ത് വെക്കുക. കാരണം കറണ്ട് പോവോ മറ്റോ ചെയ്താൽ നമ്മൾക്കത് ഇരട്ടി പണിയായിട്ട് മാറും. നമ്മുടെ ടൈം അത്രയും വേസ്റ്റ് ആവും. അതിനുശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ജോലി എന്ത് ചെയ്യുക കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, കറിക്ക് നമ്മൾക്ക് പുളിയൊക്കെ പിഴിയണ ആവശ്യം വരും അല്ലേ, കറിക്ക് പുളിയൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് എണീറ്റ ഉടൻ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളത്തിലിട്ട് വെക്കുക. ചുടുവെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടെ വേഗത്തിൽ അതെന്താവും, ഊർന്നു കിട്ടും. അടുത്ത ടിപ്സ്, കുക്കിങ്ങിന് ആവശ്യമായ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. അതായത് പലരും ഞാൻ കണ്ടിട്ടുണ്ട് പൈപ്പ് വഴി വെള്ളം പിടിക്കുന്നത് അല്ലേ, അതായത് കിച്ചണിലുള്ള പൈപ്പ് വഴി വെള്ളം പിടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ തന്നെ വലിയൊരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം പകർന്നു വെക്കുക. ഇത് നമ്മുടെ ടൈം എന്ത് ചെയ്യും, വേസ്റ്റ് ആക്കാതെ നോക്കും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ പാത്രം സിമ്മാക്കി അടുപ്പിൽ വെക്കുക. അതായത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാത്രം സിമ്മാക്കി അടുപ്പിൽ വെക്കുക. അപ്പോൾ പാത്രം ചൂടാവുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറി എന്ത് ചെയ്യും, അരിഞ്ഞ് കഴിയും. പക്ഷേ ഗ്യാസ് കത്തുന്നുണ്ടല്ലോ എന്നതിൽ വേഗം നമ്മൾ എന്ത് ചെയ്യും, പച്ചക്കറി കട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അടുത്ത ടിപ്സ്, പച്ചക്കറി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു വേസ്റ്റ് ബിൻ വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഒരു വേസ്റ്റ് ബോക്സ് വെക്കുകയാണെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമുക്ക് അതിലിട്ട് വെക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ടിരിക്കും, നീറ്റായിട്ടിരിക്കും. പിന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പച്ചക്കറി കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ച് കട്ട് ചെയ്യും. അത് പിന്നീട് എടുത്ത് അവിടെ വൃത്തിയാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പലരും ഈ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നതായിരിക്കാം. എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അടുത്തത്, വേവാൻ ഒരുപാട് സമയമെടുക്കുന്ന ഐറ്റം ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളത് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ്, ചേന പോലുള്ള ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം വേണ്ടി വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ അതെന്ത് ചെയ്യണം, എണീറ്റ ഉടൻ തന്നെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്തുക. എന്നിട്ട് സിമ്മിൽ വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മറ്റു ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നല്ല രീതിക്ക് എന്ത് ചെയ്യും, ഫ്രൈ ആയി വരും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, കുക്കിങ്ങിൽ ഒരേ സമയം 2 ഐറ്റം വേവിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പരിപ്പ് കുക്കറിലൊക്കെ ഇടുമ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു ഐറ്റം നമ്മൾക്ക് വേവിക്കാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, മറ്റൊരു പാത്രത്തിലാക്കി കുറച്ച് ഹോട്ട് വാട്ടർ അതിലൊഴിച്ച് അതിനകത്ത് വെച്ചാൽ ഒരേ സമയം 2 ഐറ്റം നമ്മൾക്ക് കുക്ക് ചെയ്ത് കിട്ടും. ഓക്കെ, അടുത്ത ടിപ്സ്, കറി വെക്കുമ്പോൾ അത് തിളച്ച് വരാൻ വേണ്ടി സമയമെടുക്കും അല്ലേ, അതിനാണ് സമയമെടുക്കുക. അപ്പം നമ്മൾ കുറച്ച് ചുടുവെള്ളം അടുത്ത് വെക്കുക. ചുടുവെള്ളം എന്ത് ചെയ്യുക, അതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ചിക്കനോ മട്ടനോ ഒക്കെ കറി വെക്കുന്ന സമയത്ത് നമ്മൾ അപ്രകാരം ചെയ്താൽ നമ്മൾ വെക്കുന്ന ചിക്കനും മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ പറ്റും. ഓക്കെ, അടുത്തത്, കുക്ക് ചെയ്യുമ്പോൾ അടച്ച് വെച്ച് ചെയ്യണം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുക. അപ്പം അങ്ങനെ ആവുമ്പോൾ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഷാലോ ഫ്രൈ ചെയ്യേണ്ട ഐറ്റം ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ അതെന്ത് ചെയ്യാം, സിംഗിൾ ബാച്ച് ആയിട്ട്, അതായത് അതിനെ ഓരോ പീസുകളായിട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാം. ഒരുമിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത്രയും സമയം അതിന് വേസ്റ്റായി പോകും. അടുത്ത ടിപ്സായി പറയുന്നത്, ഫ്രൈ ചെയ്യേണ്ട ഐറ്റം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് അടി കനമുള്ള ആഴമുള്ള പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആവുമ്പോൾ സമയം നമുക്ക് ലാഭിക്കാം. അവിടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ അടി കനമുള്ള പാത്രം എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത്, നമ്മൾ ഓംപ്ലേറ്റ് ഒക്കെ ചെയ്യുമല്ലോ, ഇപ്പോൾ മുട്ട പൊരിക്കാൻ അതിനൊക്കെ ചോപ്പർ ഉപയോഗിക്കുക. ചോപ്പർ ഉള്ള വീടുകളിലാണെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യുക. ചോപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലിട്ട് നമുക്ക് പച്ചമുളകോ ഉള്ളിയോ ഒക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുട്ട പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, മസാല പാത്രം അല്ലേ, ആ മസാല പാത്രത്തിൽ എല്ലാത്തിലും ഒരു സ്പൂൺ ഇടുക. പലയിടത്തും കണ്ടിട്ടുണ്ട് സ്പൂൺ എടുക്കും അല്ലെ, സ്പൂണില്ലാതെ മറ്റൊരു സ്പൂൺ എടുക്കും. അതെന്ത് ചെയ്യും, അത് ഉപയോഗിച്ചിട്ട് പൊടികൾ എടുത്ത് അതിലിടും. പക്ഷേ അത് വീണ്ടും എവിടെയെങ്കിലും ആ സ്പൂൺ ഇടും.
അത് മസാല എടുക്കാൻ നേരത്തെ സ്പൂണ് തിരഞ്ഞ് നടക്കും, ഭയങ്കര ബുദ്ധിമുട്ടാവും അത് കിട്ടാതെ വരുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ടൈമിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ എല്ലാ മസാല പാത്രത്തിലും കുഞ്ഞു കുഞ്ഞു സ്പൂൺ ഇട്ട് വെക്കുക. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് അരിപ്പാത്രത്തിൽ ഒരു നാഴി ഇടുക കേട്ടോ. അളക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സോ നാഴിയോ എന്തേലും ഇടുക, കൃത്യമായിട്ട് ഇടുക. അപ്പോൾ ഗ്ലാസ് ഇടുന്നവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പെയിൻറ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചിഹ്നം എന്തെങ്കിലും വരച്ചിടുക, ഒരു നമ്പർ എന്തെങ്കിലും കുറിച്ചിടുക. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പാത്രം മറ്റുള്ള ഗ്ലാസ്സിലൊക്കെ പെടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പൊടികളൊക്കെ അല്ലേ, നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ പലരുടെയും വീട്ടിലുണ്ടാവും മുളക്, ജീരകം, കടുക്, വെന്തയൊക്കെ അല്ലെ ഒറ്റ പാത്രത്തിൽ വെക്കുമല്ലോ. അങ്ങനെയുള്ള പാത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഒറ്റ തവണ അത് എടുക്കുമ്പോൾ തന്നെ എല്ലാ ഐറ്റവും നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഐറ്റവും അതൊന്നിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന മസാല പാക്കറ്റ് ഉണ്ടാവും, അതെല്ലാം ഒരു പാക്കറ്റിൽ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു ബോക്സിൽ ഓരോന്നായിട്ട് ഇട്ട് വെക്കുക. അപ്പം നമ്മൾക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്യുമ്പോൾ ഏതാണ് തീർന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അടുത്തത് ചപ്പാത്തി മാവിൽ അല്ലേ, നമ്മൾ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി മാവ് എടുക്കും. അപ്പോൾ പലരും എന്ത് ചെയ്യും, കൗണ്ടർ ടോപ്പിൽ തന്നെ മാവ് കുറച്ചിടും, അതിൽ നിന്നും എടുത്ത് പരത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ മാവിന് നേരെ ഒരു ബോക്സിലാക്കി വെക്കും, അത് പുഴുക്കുത്തി ആ മാവ് നശിച്ചു പോകുന്നരുത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ചപ്പാത്തി പരത്തുന്നതിന് മുന്നേ തന്നെ, മാവ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ബോക്സിലോട്ട് ഇത് പരത്താൻ ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ മാവിനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അടുത്തത് ചപ്പാത്തി മാവ് ഇതുപോലെ ചപ്പാത്തിക്ക് മാവ് പരത്തുമ്പോൾ അതിനടിയിൽ നല്ലൊരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ വിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചപ്പാത്തി പരത്താനായിട്ട് നോക്കുക. അതായത് ചപ്പാത്തി പലകയൊക്കെ വെച്ചിട്ട് പരത്തുമ്പോൾ അതിനടിയിലായിട്ട് ഒരു തുണിയോ പേപ്പറോ വിരിക്കുക. അങ്ങനെയാവുമ്പോൾ ഇത് പരത്തി എടുത്തതിന് ശേഷം നമ്മൾക്ക് ആ തുണി കൊണ്ടുപോയിട്ട് തട്ടിക്കളഞ്ഞാൽ നമുക്ക് ആ കൗണ്ടർ ടോപ്പ് നീറ്റായിട്ടിരിക്കും. അടുത്തത് ഓർഗനൈസ് ചെയ്ത് ഉപയോഗിച്ച സാധനങ്ങൾ അല്ലേ, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതായത് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിയ സ്ഥാനത്ത് തന്നെ യഥാസമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പ് അതോടൊപ്പം ക്ലീൻ ചെയ്യുക. അപ്പോൾ അത് വൃത്തിയാവും ചെയ്തു. ആ ഓർഗനൈസ് ചെയ്യാൻ സാധനം അതേ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും, എടുത്ത സാധനം അതേ സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ച് വെക്കും അല്ലേ, അത് ഒരു പാത്രത്തിൽ തന്നെ വെക്കാതിരിക്കുക. ഒരു പാത്രത്തിൽ വെക്കുമ്പോൾ അത് ഒരുമിച്ച് പുളിച്ചു പോകും. അപ്പോൾ അത് വേറെ വേറെ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അതെത്ര ഉണ്ട് മാവ് എന്ന് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരുമിച്ച് അത് പുളിച്ചു പോവില്ല. ആവശ്യമുള്ള മാവ് മാത്രം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഏതൊക്കെ പച്ചക്കറി ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അത് നോക്കി കുക്ക് ചെയ്യുക. ഇനി ആ കുക്ക് ചെയ്ത് പകുതി എത്തുമ്പോഴായിരിക്കും അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലേ. അങ്ങനത്തുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലൊരു തുടക്കക്കാരിയാണ്, തെറ്റുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.